നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ കല്യാണം എപ്പോൾ നടക്കും. അതെനിക്കൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, ഒരു പേഴ്സണൽ റീഡിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് നോക്കാന്ന് വിചാരിച്ചു. കുറച്ച് പേരുടെ ഞാൻ ഒരു 1 തൊട്ട് 5 വരെ ഉള്ള നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോ 1 തൊട്ട് 5 വരെ നമ്പറിലെ കാർഡ്സ് ആണ് ഞാൻ നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം എപ്പോഴത്തേക്ക് വിവാഹം നടക്കുമെന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കാർഡ് എടുക്കാം, ടാരോ കാർഡ് എടുത്തിട്ട് അതിനകത്തുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ചിലപ്പോൾ അത് നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവമായിരിക്കാം, ഏത് സോഡിയ ഏത് മാസത്തിൽ ജനിച്ചവരായിരിക്കാം നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവര്, അതെല്ലാം പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യ ജനറൽ റീഡിംഗ് ആണിത്. എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യുന്ന എനിക്ക് അറിയില്ല. എത്രത്തോളം റെസനേറ്റ് ചെയ്യാലും ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് ഡിസിഷൻ ഒന്നും എടുക്കരുത്. പേഴ്സണൽ റീഡിങ്ങിനുള്ള വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓറക്കിൾ മെസ്സേജ് വെച്ച് തുടങ്ങാം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നമുക്ക് നോക്കാം ഭഗവാനെ. അപ്പൊ നിങ്ങളുടെ വിവാഹ ജീവിതത്തിനെ കുറിച്ചും വിവാഹത്തിനെ കുറിച്ചുമുള്ള ഓറക്കിൾ മെസ്സേജ് ആണ് നമ്മൾ ഈ നോക്കുന്നത് കേട്ടോ. ഭഗവാനെ, ഓം നമഃ ശിവായ. ഇവിടെ നമുക്ക് ഒരു 2 കാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനകത്ത് പറയുന്നത് നിങ്ങൾ കുറച്ച് ഡിസിപ്ലിൻഡ് ആവാനുണ്ട്. നമ്മൾ വിവാഹം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ കല്യാണം കഴിച്ച് കളയാം എന്ന ചിന്തയിൽ കല്യാണം കഴിക്കാൻ ചെല്ലരുത്. കല്യാണത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ പോലത്തെ സ്വഭാവമുള്ള ആളായിരിക്കില്ല നമ്മളുടെ ജീവിതത്തിൽ വരുന്നത്. വേറൊരു കൾച്ചറിൽ വേറൊരു സാഹചര്യത്തിൽ ജീവിച്ച, വേറെ എക്സ്പീരിയൻസസ് ഉള്ള, വേറെ സ്വഭാവമുള്ള ഒരാളായിട്ടാണ് നമ്മൾ വിവാഹം നടക്കാൻ പോകുന്നത്. ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് ആണെങ്കിലും. അപ്പോ കുറെ കോംപ്രമൈസസ്, കുറെ അഡ്ജസ്റ്റ്മെന്റ്സ്, അവരോട് മാത്രമല്ല അവരുടെ ഫാമിലിയുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടിക്ക് വരും. അപ്പൊ മനസ്സുകൊണ്ട് നമ്മൾ, പുരുഷനായാലും സ്ത്രീ ആയാലും, നമ്മൾ മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. എടുത്തു ചാടി വിവാഹത്തിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് ഇവിടെ യോഗ പ്രാക്ടീസ് ചെയ്യണമെന്നല്ല, നിങ്ങൾ കുറച്ചൊരു ഡിസിപ്ലിൻ ചിന്തിക്കുക. റെസ്പോൺസിബിലിറ്റി ആണ് വിവാഹം എന്ന് പറഞ്ഞാൽ, റെസ്പോൺസിബിലിറ്റി ആണ്. അത് റെസ്പോൺസിബിലിറ്റി ആദ്യത്തെ ദിവസം കുറവാണെങ്കിൽ പിന്നെ 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 കൂടിക്കൊണ്ടേയിരിക്കും. അത്